തോന്നുന്ന പോലെയല്ലേ പബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൃത്യമായി പറഞ്ഞാൽ മലമ്പള്ളിനാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ തൊട്ട് പിന്നാലെയാണ്. അമല ശ്രീറാമുണ്ട്, അന്ന ചെറിയത്തുണ്ട്. നമുക്ക് എല്ലാവരും കൃത്യമായിട്ട് കാണാം. അവരുടെ പിതാവിനും എന്തോ സങ്കടമുള്ളതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യം എന്താണ് അമല ശ്രീറാമും അന്ന ചെറിയത്തും തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണ്. എന്തായാലും 1, 2, 3 ഓൺലൈൻ പോർട്ടൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് എക്സ്ക്ലൂസീവ് ആയിട്ട് തരുന്നതായിരിക്കും. ഗൈസ് പ്ലീസ് 1, 2, 3 ഓൺലൈൻ പോർട്ടൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും സാഹസികമായ റിപ്പോർട്ടിംഗാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോ, ഒരു വിധത്തിൽ ആ ചാനൽക്കാരെടുത്ത് രക്ഷപ്പെട്ടു വന്നത്. ആന്റിയും ഏതൊക്കെ ഓൺലൈൻ ചാനലുകാർ വിളിച്ചിരുന്നു. ഇതാണ് നമ്മുടെ ലോകം. ഇതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കേ വേണ്ട. കേസൊക്കെ കൃത്യമായിട്ട് നടക്കും. പക്ഷേ അതിന്റെ വിധി വരുന്നവരെ നമ്മളൊന്ന് പിടിച്ചു നിന്നേ പറ്റും. ഏയ്, നീ നിന്റെ എക്സാമിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. വേറെ ആരില്ലെങ്കിലും ഞാനും നിഖിലും ഇല്ലേ, നിന്റെ ക്ലാസ് അടിപൊളിയായി എടുത്തരും. നമുക്കിപ്പോൾ ഏകദേശം ഒരു ധാരണ മാത്രമാണുള്ളത് നമ്മളിപ്പോൾ എവിടെയാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് എവിടെയോ ആണെന്നാണ്. ഗൈസ്, നമ്മളിപ്പോഴുള്ളത് വിവാദ നായിക അന്ന ചിറയത്ത് താമസിക്കുന്ന വീടിന് തൊട്ടു വെളിയിലാണുള്ളത്. ദാദാ അന്ന ചിറയത്ത് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ അമല ശ്രീറാമിനും വളരെ ഫോൺ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. നിന്റെ ഗ്യാങ്ങിന്റെ അഴിഞ്ഞാട്ടമാണ് എവിടെ? അന്നാചെറിയത്തും അമല ശ്രീരാമും ഒന്നിക്കുന്നു. ഇപ്പൊ വെറും ഡോക്ടറല്ല, സോഷ്യൽ മീഡിയ താരം. ലോകത്തിലുള്ള സകല മീഡിയ ആ കുട്ടിയെ കുറിച്ച് ഇങ്ങനത്തെ വാർത്ത പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഫാക്ട് കാണും. അതൊന്നും മനസ്സിലാക്കാൻ പുറകെ പോണ നിന്റെ പേര് ഇപ്പൊ എല്ലാരും ബ്രാൻഡാക്കി തുടങ്ങി. ഇതൊക്കെ കാണുന്നുണ്ടോ? അതിന് പറ്റിയ കുറെ കൂട്ടുകാരും. കഷ്ടം. ആരോട്